ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ലേണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡെയിലി ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അതുകൊണ്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാപ്പില് 21 ഗ്രാജുവേറ്റ് ഇന്റേണിന്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. എസ്ആപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. കേരളയ്ക്ക് കീഴില് വിവിധ സ്ഥാപനങ്ങളിലെ വകുപ്പിലെ ഗ്രാജുവേറ്റ് ഇന്റേൺ തസ്തികയിൽ അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. 21 ഒഴിവുകളാണ് ഉള്ളത്. ആകെ 21 ഒഴിവുകളാണുള്ളത്. ഓൺലൈൻ അപേക്ഷ മെയ് 10 വരെയാണ്. അതില് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിട്ടുള്ളത്? LSGD, PCB, KLDC ഇങ്ങനെ 3 വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അതിൽ LSGD 14, PCB 4, KLDC 3 ഇങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ടോട്ടൽ 21. ഓക്കെ, അപ്പൊ LSGD എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഇടുക്കി, കോട്ടയം, പാലക്കാട്, മലപ്പുറം, വയനാട് ഓഫീസുകളിൽ ഗ്രാജുവേറ്റ് ഇന്റേൺ തസ്തികയിൽ 14 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. യോഗ്യത എന്ന് പറയുന്നത് ബിടെക് സിവിൽ ആണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത്. സ്റ്റൈപ്പൻഡ് 10,000 രൂപയാണ്. ഓക്കെ, ഇനി PCB എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഇടുക്കി, വയനാട് ഓഫീസുകളിൽ. അപ്പൊ നമ്മൾ LSGD ഇടുക്കി, കോട്ടയം, പാലക്കാട്, മലപ്പുറം, വയനാട് അല്ലെ. PCBയിലോ ഇടുക്കി, വയനാട് ഓഫീസുകളിൽ ഗ്രാജുവേറ്റ് ഇന്റേൺ തസ്തികയിൽ 4 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. യോഗ്യത സിവിൽ, ബിടെക് സിവിൽ തന്നെയാണ്. സ്റ്റൈപ്പൻഡ് 10,000 രൂപയാണ്. ഇനി KLDC എന്ന് പറയുമ്പോൾ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഇടുക്കി, വയനാട് ഓഫീസുകളിൽ ഗ്രാജുവേറ്റ് ഇന്റേൺ തസ്തികയിൽ 3 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. യോഗ്യത സിവിൽ തന്നെയാണ്. ബിടെക് സിവിൽ ഏതാണ്? സ്റ്റൈപ്പൻഡ് 12,000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരളയ്ക്ക് കീഴിൽ 3 ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഏതൊക്കെയാണ്? LSGD, അതുപോലെ തന്നെ PCB, അതുപോലെ തന്നെ KLDC. LSGD എന്ന് പറയുമ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഏതൊക്കെ ജില്ലകളിലാണ്? 4 ജില്ലകളല്ല, 5 ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇടുക്കി, കോട്ടയം, പാലക്കാട്, മലപ്പുറം, വയനാട് അങ്ങനെ 14 ഒഴിവ്. PCBയിലും 2 ജില്ലകളിലായിട്ട് 4 ഒഴിവ്. KLDCയിൽ എന്താണ്? 3 ഒഴിവുകളാണ്. ഏതൊക്കെ ജില്ലകളാണ്? ഇടുക്കി, വയനാടില് 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? www.srkerala.gov.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 10-നാണ്. വേഗം അപേക്ഷിക്കുക. ഓക്കെ, ഇപ്പൊ ബിടെക് സിവിൽ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ടെറിട്ടറി സെയിൽസ് ആണ്. അതായത് ജില്ലകളിൽ 14 വേക്കൻസീസ് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് വേക്കൻസീസ് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തെയും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന ജില്ലകളിലെ സർക്കാർ സ്ഥാപനത്തിലെ ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. 14 വേക്കൻസീസ് ആണുള്ളത്. തുടക്കത്തിൽ 1 വർഷത്തേക്കായിരിക്കും നിയമനം. മെയ് 14 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBA അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയിൽ ബിരുദമാണ് പറഞ്ഞിട്ടുള്ളത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ പ്രാവീണ്യം വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് മെയ് 14 ആണ്. 14 വേക്കൻസീസ് തന്നെയാണുള്ളത്. 2 വീലർ ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഏജ് ലിമിറ്റ് 28 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്തെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന ജില്ലകളിലെ സർക്കാർ സ്ഥാപനത്തിൽ ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് തസ്തികയിൽ നിയമനം നടക്കുകയാണ്. എത്ര വേക്കൻസീസ് ആണ്? 14 വേക്കൻസീസ് ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 14 തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.cmd.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.